ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഉത്സവം തുടങ്ങി മൂന്നാമത്തെ ദിവസം കേട്ടോ. കുംഭഭരണി തുടങ്ങി ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇന്നാട്ടോ നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറുന്നത്. ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം നമ്മൾ വന്നെങ്കിലും അകത്തേക്ക് കയറിയില്ല. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അകത്തേക്ക് കയറാനെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് തിരക്ക് നല്ല രീതിയിൽ കുറഞ്ഞതുകൊണ്ട് നമ്മൾ അമ്പലത്തിനകത്തൊക്കെ കയറി ദർശനമൊക്കെ നടത്തി തിരിച്ചിറങ്ങി നേരെ നടന്ന് വെച്ച് പിടിക്കുന്ന എങ്ങോട്ടാണെന്ന് അറിയാമോ? ദാണ്ട് സേവാഭാരതിയുടെ അന്നദാനപുരയിലേക്കാട്ടോ. അങ്ങനെ ദാണ്ട് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും കഞ്ഞി കുടിക്കാനെ കൊണ്ട് പ്രസൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ദാണ്ട് നമ്മൾ കഞ്ഞി കുടിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ദാണ്ട് തൂക്കത്തിൻ്റെ ചട്ടം വലിച്ചുകൊണ്ട് പോകും കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് വലിക്കാനെ കൊണ്ട്. അങ്ങനെ ദാണ്ട് അവരെല്ലാം നാമം ജപിച്ചുകൊണ്ട് ചട്ടം വലം വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മൂന്നാമത്തെ ദിവസമല്ലേ, അതുകൊണ്ട് എന്നാലും തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു മഴ പെയ്തതുകൊണ്ട് ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോൾ ദാണ്ട് ഈ വർഷത്തെ തൂക്കം കെട്ടുകാഴ്ചയൊക്കെ ഇവിടെ ഇങ്ങനെ പര്യവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. അപ്പോൾ ദാണ്ട് എല്ലാം ദർശനവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങുക കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ 2 ദിവസവും വന്ന് വാരി കൂട്ടിയത് കാരണം ഇന്ന് കാശിക്കൂട്ടനൊന്നും മേടിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ചെറിയ വിഷമത്തിലും കാര്യത്തിലും ഇങ്ങനെ നടക്കുക കേട്ടോ. അങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ഒക്കെ നോക്കി എന്ത് ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാണ്ട് അതുപോലെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ദാണ്ട് കപ്പലണ്ടി വേണമെന്നും അത് വേണമെന്നും ഇത് വേണമെന്നും ഒക്കെ പറഞ്ഞിങ്ങനെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ ആൾ. അപ്പം നമ്മളതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ പറഞ്ഞാണ് മോനെ ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്, നമുക്കിനിയും മേടിക്കാൻ പറ്റില്ല, അന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വലിയ ബഹളമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മളതൊന്നും കാര്യമാക്കാത്തതുകൊണ്ട് ആളിങ്ങനെ റെഡിയായിട്ട് അച്ഛൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അവസാനം സഹിയായിട്ടൊരു ഊത്തൊക്കെ മേടിച്ചു കേട്ടോ. പണ്ടത്തെ അമ്മാവനൂത്തുണ്ടല്ലോ, അതൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ദാണ്ട് നമ്മളൊരു ലൈറ്റ് കണ്ടിട്ട് അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക കേട്ടോ. അതെന്താ സംഭവം എന്നറിയാനെ കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ലൈറ്റിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞ ചേട്ടൻ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന വീഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദാണ്ട് അതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ചെറിയൊരു അപകടമൊക്കെ കണ്ടു കേട്ടോ. അപ്പം അതൊന്നും നമുക്ക് എടുക്കാനെ കൊണ്ടൊന്നും പറ്റിയില്ല. 2 ബൈക്ക് തമ്മിൽ കൂട്ടിയിടിച്ചാണെന്നാണ് പറയാൻ കേട്ടത്. അത് കണ്ടപ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു മൂഡും കാര്യങ്ങളും ഒക്കെ പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ദാണ്ട് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ തിരിച്ച് കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. പാലം പണി നടക്കുന്നത് കാരണം ഇങ്ങോട്ടത്തേക്കൊന്നും വണ്ടി വിടുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ പാലത്തിന് മേളിൽ കൂടി ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ 3 ദിവസത്തേക്ക് പാലം പണി മാറ്റി വെച്ചിട്ട് അമ്പലത്തിലേക്ക് ആൾക്കാർക്ക് പോകാനും വരാനും ഉള്ള സൗകര്യത്തിനായിട്ട് അതൊക്കെ ഇങ്ങനെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ദാണ്ട് അമ്പലത്തിലേക്കുള്ള ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.